നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ആശാൻ പറഞ്ഞത് കൾച്ചറലി റിജോവറോ ഇപ്പൊ പറഞ്ഞ ടോപ്പിക്കിന് ബാക്കിയായിട്ട് ഞാൻ പറഞ്ഞ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജോ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ വേ ഓഫ് എക്സിക്യൂഷൻ. ഇവിടെ ആ എക്സിക്യൂട്ട് ചെയ്ത ആ രീതി ഇനി അവർക്ക് നാളെ ഇപ്പൊ UAE എങ്ങനെയാ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അന്നേരം കാശ് പോകും, അല്ലാണ്ട് വേറെ ടിക്കറ്റ് വരുമോ? അതൊരു ഒറ്റയടിക്ക് വന്ന സംഭവം. പക്ഷെ ഞാൻ പറഞ്ഞത് അതല്ല, നിയമങ്ങൾ കർശനമാക്കിക്കൊണ്ട് ഇത് സോൾവ് ആവത്തില്ല. അതിനോടൊപ്പം ഇവരുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ വളർത്തിക്കൊണ്ട് വരണം. ഇതിൻ്റെ അകത്ത് പല കാര്യങ്ങളുണ്ട്. നിയമത്തിന്റെ അല്ല, ഞാൻ അതിനൊരു സൈക്കോളജി പറയാൻ വേണ്ടിയാണ്, ഒരു ലിങ്ക് പറയാൻ വേണ്ടിട്ടാ. അതായത് ഒരേ ഒരു വഴിയേ ഉള്ളൂ ഈ ആൾക്കാരെയൊക്കെ നിയമം പാലിപ്പിക്കാൻ. നിയമം പാലിച്ചില്ലെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കുക, ഫൈൻ മേടിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. കാട്ടിൽ മൊത്തം അവന്മാർ ക്യാമറ കൊണ്ട് വെച്ചു. ഓക്കെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ചെയ്യത്തുള്ളൂ? ഹെൽമെറ്റ് വെച്ച് ഇറങ്ങത്തുള്ളൂ. കാരണം എന്താ? അല്ലെങ്കിൽ അന്നേരം വീട്ടിൽ ടിക്കറ്റ് വരും. ഇതേ നിയമം ഒരുപാട് കാലം മുന്നേ അവർ ഇറക്കിയതാ. ആരും എന്താ പോലീസിനെ കാണുമ്പോൾ മാത്രമേ ഹെൽമെറ്റ് വെക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ റോട്ടിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ക്യാമറ ഉള്ളിടത്ത് മാത്രമേ വെക്കത്തുള്ളൂ. അത് എല്ലാവരും അങ്ങനെ ക്യാമറ ഉള്ളിടത്ത് മാത്രമേ. അല്ലല്ല, ഞാൻ പറഞ്ഞു വന്നത്, സോ ഇപ്പം ഈ പറഞ്ഞ പോലെ ഇവിടെയുള്ള നിയമങ്ങൾ ഒറ്റയടിക്ക് പൊട്ടിപ്പൊളിച്ച് വന്നതല്ല. ഞാൻ പറഞ്ഞു വന്നത് ദേ ആർ ഗെറ്റിംഗ് ആ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇത് നോക്ക്, ഇപ്പൊ ഒരു 5 കൊല്ലം മുമ്പ് കേരള സർക്കാരിന്റെ ബസ്സിനും പോലീസിന്റെ വണ്ടിക്കും കല്ലെറിഞ്ഞിട്ടുണ്ട്. പൊളിറ്റിക്സ് അല്ല, കൊണ്ടുവരുന്ന നിയമം ഞാൻ ഇവന്മാരെ നോക്കിയിട്ട് ഞാൻ ഇവന്മാരുടെ ഒരു നിയമവും പാലിക്കാൻ പോകുന്നില്ല. അത് ഒരർത്ഥം ഇല്ല, അത് പാലിക്കാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ സസ്റ്റൈനബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്നാള് ജോഷുവ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ പറഞ്ഞു, ഇവിടെ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ഇവിടുത്തെ സിറ്റിസനാ. ഓക്കെ, കാരണം ആ ധൈര്യം നമുക്ക്. ഞാൻ പറഞ്ഞിരുന്നു വൃത്തിയായിട്ട് ഈ സംഭവം വൃത്തിയായിട്ട് ഈ മൈരന്മാർ എന്നോട് ഹെൽമെറ്റ് വെക്കും ഇല്ലെങ്കിൽ 10,000 രൂപ കോൺസിക്വൻസ് വരും എന്ന് പറയണു. പക്ഷെ ഞാൻ ഹെൽമെറ്റ് വെച്ച് റോട്ടിൽ പോകുമ്പോ റോട്ടിലെ കുഴി ചാടിയിട്ട് എന്റെ തല കൂടുതൽ പൊട്ടണം. ഹെൽമെറ്റ് വെക്കട്ടെ, നീ പറഞ്ഞ മൊത്തം കേൾക്കാം. അപ്പൊ ഈ മൈരന്മാർ ആദ്യം റോഡ് നന്നാക്കിയിട്ട് വേണം നിയമം ഉണ്ടാക്കാൻ. ഞാൻ പറഞ്ഞതാണ്, അതില് കാര്യമില്ല. റോഡ് നന്നാക്കണ്ടേ, പരിപാടികൾ വരുന്നുണ്ട്. ആദ്യം അത് വരുത്തണം, എന്നിട്ട് നിയമങ്ങൾ കർശനമാക്കണം. അങ്ങനെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ ഒരു ഞാൻ പറഞ്ഞറിയോ, ഇവിടെ എന്തുകൊണ്ട് ഇപ്പൊ ഞാൻ 5 കൊല്ലമായി നാട്ടിൽ നിന്ന് പോന്നിട്ട്. അപ്പൊ ഇപ്പൊ എല്ലായിടത്തും ചിലപ്പോ ടാപ്പൊക്കെ എടുക്കും. അന്ന് വന്നപ്പോ ടാപ്പ് ഒന്നും ഇല്ലായിരുന്നു, എല്ലാം ക്യാഷ് ആയിരുന്നു. ഞാൻ ഇവിടുന്ന് ടാപ്പുമായിട്ട് പോയി. ഞാൻ പറഞ്ഞു അവിടെ എത്തിക്കഴിഞ്ഞപ്പോ the mode of payment was different. രണ്ടാഴ്ച എടുത്തു. ഞാൻ പറഞ്ഞത് 2 ആഴ്ച എടുത്തു. അല്ല, 2 ആഴ്ച എടുത്തു പേയ്മെന്റ് സെറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതേ രീതിയിൽ നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന അതേ രീതിയിൽ ഒരു റൂൾ നമുക്ക് നാട്ടിൽ ഇംപ്ലിമെന്റ് നമ്മൾ സംസാരിക്കുന്നത് ഈ ടോപ്പിക്കിന്റെ നീ പറയുന്നു, അതായത് നിയമം വെച്ച് ഇതേപോലെ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീ പറയുന്നു. നിയമം വെച്ച് അല്ലല്ല, the way of implementation is going to be different in different countries. പക്ഷെ എന്താണ് ഇപ്പൊ നമുക്കൊരു നിയമമല്ല നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നീ പറയുന്നു നിയമം കൊണ്ടുവന്നാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. പക്ഷെ നീ പറയുന്നു നിയമം പാലിക്കേണ്ടതിന് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉപകാരം കിട്ടണം, അല്ലെങ്കിൽ ഗവൺമെന്റ് അത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ വേണമെങ്കിൽ എന്താ വേണ്ടത്? അതായത് ഒരു ഗവൺമെന്റിന് കുറ്റം പറയോ അല്ലെങ്കിൽ നിയമത്തിന് കുറ്റം പറയോ മാത്രമല്ല, അത് നമ്മള് ഒരു മാസിൽ ഇരുന്ന് ചിന്തിക്കുമ്പോ, അതായത് അതിപ്പോ നമ്മൾ ഈ റൂമിൽ ഇരുന്ന് ചിന്തിക്കുമ്പോ ഓക്കെ നമ്മൾ നന്നായി കഴിഞ്ഞാൽ നാട് നന്നാവുമെന്ന് വിചാരിക്കും. പക്ഷെ ഒരു നാടിന്റെ ഭരണാധികാരിയായിട്ട് അവിടെ ഇരുന്ന് ചിന്തിച്ചു കഴിയുമ്പോൾ അവര് നന്നായി കഴിഞ്ഞാൽ നാട് നന്നാവത്തില്ല എന്ന് അവർക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. കാരണം ഓക്കെ, ഞാനിപ്പോ അച്യുതാനോ അല്ല, ഞാനിപ്പോ അതിന്റെ പേരെന്തായിരുന്നു നമ്മുടെ പിണറായി വിജയൻ പറയാണ്, ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ആദ്യം നന്നാവണം, അപ്പൊ എന്റെ നാട് നന്നാവെന്ന് പറയാൻ പറ്റത്തില്ല.
അവന് ദേ ഹാവ് ടു ഇംപ്ലിമെന്റ് സം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. ഞാൻ ഇതിന്റെ ഒറ്റ ഒരു പോയിന്റ് കൂടി പറയാം. എന്റെ ഒരു സൈഡിൽ ലാപ്ടോപ്പിൽ എന്നാ മാതിരി കാണിച്ചോണ്ടിരിക്കുന്നു. ഞാനിതെല്ലാം കേട്ടോ. നിങ്ങളെല്ലാം സംസാരിച്ചു, ഞാൻ സംസാരിച്ചു. നമ്മുടെ ലാൻഡ് അവിടെ വന്ന് എന്നും നമുക്ക് പുല്ല് വെട്ടി തരുന്നത് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ല. പുല്ല് വെട്ടിയില്ലെങ്കിൽ അവന് ഫൈൻ കിട്ടും. അവന്റെ വീട് നന്നാക്കണം, അവന്റെ വീട്. ഈ ഫൈന് ഈ അടുത്ത് ഇന്ത്യയിൽ ഒരു കേസ് നടന്നു. റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഉള്ളിൽ ഉണ്ട്. ഈ സെയിം റെസ്പോൺസിബിലിറ്റി നാട്ടിലുള്ള ഒരു ലാൻഡ്ലോഡ് കാണിക്കും. ഇതിന്റെ ഒരു ആൻസർ ഉണ്ട്. ഒരു മിനിറ്റ്, ആ ഒരു എക്സാമ്പിൾ ഞാൻ പുല്ല് വെട്ടുന്നത് ഫൈന്റെ കാര്യത്തിന് മാത്രമല്ല. ഞാൻ അയലോകത്ത് എല്ലാവരും നന്നായിട്ട് പുല്ല് വെട്ടിയേക്കുന്നു. എന്റെ വീടും വൃത്തിക്ക് കിടക്കണം എന്നൊരു തോന്നൽ എനിക്ക്. അപ്പൊ എന്റെ അയലോകത്തുള്ളവരെല്ലാം കൾച്ചർ നല്ലതായതുകൊണ്ട് എനിക്ക് സ്വാഭാവികമായിട്ട് പുല്ല് വെട്ടണം എന്നൊരു തോന്നല്. അതാണ് ഞാൻ പറയാൻ ഞാൻ ഒന്ന് എൻ്റെ പോയിന്റിൽ ഇത്രേ ഉള്ളൂ. ഞാൻ ഈ കോൺവെർസേഷൻ ജസ്റ്റ് ലിസണർ മാത്രമായിരുന്നു, ഞാൻ ഇതിൻ്റെ അത് ഇൻവോൾവ് ആയില്ല. പക്ഷേ ഞാൻ ഒറ്റൊരു കാര്യം മനസ്സിലാക്കിയത്, ഇത് നമ്മൾ പറയുന്ന ഫസ്റ്റ് പോയിന്റിൽ തന്നെ വരുന്നതാണ്. എന്തുവാ? കൾച്ചർ. സെക്കൻഡ് തിങ്, നാട്ടിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ കോവിഡ് വന്ന സമയം കാനഡയിൽ ഫസ്റ്റ് വന്നു, കറക്റ്റാ, എന്ന് വെച്ച് നാട്ടിൽ വരാതിരുന്നിട്ടില്ല. നാട്ടില് ഞാൻ പറയട്ടെ ഫോർ എക്സാമ്പിൾ ഓക്കെ, നാട്ടില് നമുക്ക് വെളിയിൽ നിന്ന് ഒരു ചായ മേടിച്ച് നമുക്ക് കുടിക്കാം. അവിടെ അടുത്ത് തന്നെ ഒരു പാക്കറ്റ് സിഗരറ്റ് മേടിക്കണ്ട, ജസ്റ്റ് ഒറ്റ സിംഗിൾ സിഗരറ്റ് മേടിച്ചിട്ട് അവിടെ കത്തിച്ച് നമുക്ക് മൂലയിരുന്ന് ഒരു ചായ ഒരു സിഗരറ്റും 10 രൂപയുടെ കാര്യമേ ഉള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ കാനഡ വരുവാണെങ്കിൽ നമ്മൾ ടിം ഹോട്ടൻസിലാണ് നമുക്ക് മിനിമം പോകാൻ പറ്റുന്ന മീഡിയം ഐസ് ക്യാപ്പ് അല്ലെങ്കിൽ ഡബിൾ കുടിച്ചാലേ ഉള്ളൂ നമുക്ക് ഇറങ്ങുന്ന ഒരു ഫുൾ പാക്കറ്റ് മേടിക്കണം. ഇത് രണ്ടും ആന ഉറുമ്പിൻ്റെയും ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയും നാടും എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. നാട്ടിൽ വരുന്ന ഇതൊരു എക്സാമ്പിളാ, നാട്ടിൽ വരുന്ന ഡെവലപ്മെന്റ് ഇല്ലെങ്കിൽ നാട്ടിൽ വരുന്ന ഗൂഗിൾ അല്ല ഞാൻ പറയട്ടെ. എൻഡ് ഓഫ് ദ ഡേ പക്ഷേ ഒരു മിനിറ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൾച്ചർ. അപ്പൊ ഈ കൾച്ചർ എന്റെ പോയിന്റ് ഞാൻ ഒന്ന് എത്തട്ടെ. നമ്മളിപ്പോ ഹീറ്റഡ് ആണെന്ന് ഞാൻ ഒന്ന് ഇതാക്കട്ടെ. എൻഡ് ഓഫ് ദ ഡേ വാട്ട് ഐ എം ട്രൈങ് ടു സേ ഇസ് ദാറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കോവിഡ് ഒരു ഗുഡ് എക്സാമ്പിളാണ്. നമ്മൾ വിചാരിച്ചു നാട്ടിൽ, ഞാൻ ആ സമയത്ത് ഇരിക്കുക, ഞാനും അമ്മാനും എല്ലാവരും, ഇവിടെ എല്ലാ നാട്ടിലുകൾക്കും വാക്സിൻ കിട്ടി, എല്ലാ വാക്സിൻ കിട്ടി, എല്ലാം കിട്ടി. നാട്ടിലെത്തിയിട്ടില്ല സാധനം. നാട്ടിൽ ബാച്ചുകളിൽ എത്തുന്നില്ല, നാട്ടിലത്തെ ഓരോ വീട്ടുകളിൽ എത്തുന്നില്ല, സ്ലമ്മുകളിൽ എത്തുന്നില്ല. പക്ഷേ did it take time? Yes it did. But did it happen? Yes it did happen. Why it didn't reach on the first place when every single other countries got? കാരണം അത്രയും പോപ്പുലേഷൻ ഉണ്ട്, എക്കണോമി ഡിഫറെന്റ്, സൈഡ് എഫക്ട് ഉണ്ടെന്ന് പറഞ്ഞു. എല്ലായിടത്തും ഉണ്ട് സംഭവം. എടാ നീ കിഴക്കമ്പലം പഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ? 2020 എന്ന് പറഞ്ഞൊരു പാർട്ടി വന്നു. 2020 എന്ന് പറഞ്ഞ പാർട്ടി വന്നു. 2 ടേം ഡെഫിസിറ്റിൽ കിടന്ന പഞ്ചായത്ത് എടുത്ത് 28 കോടി ലാഭം. പഞ്ചായത്തിലെ ഒരു മനുഷ്യന് പട്ടിണിയില്ല. പുഷ്പം പോലെ ചെയ്തു. പണി അറിയാവുന്നതിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് സൗകര്യം കൊടുക്കും. ആ നാട്ടിൽ ഒരുത്തനും നിയമം പാലിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല. കാരണം ആൾക്കാർ ഹാപ്പിയാണ്, അവർക്ക് വേണ്ട സൗകര്യങ്ങളുണ്ട്. എന്താ ആ പഞ്ചായത്തിൽ പോകണമെന്നാണ് പറയണത്. നാട്ടിൽ പോവുകയാണെങ്കിൽ കിഴക്കമ്പലം പഞ്ചായത്തിൽ പോകണം എന്നാണ് പറയുന്നത്. കിറ്റെക്സിന്റെ മുതലാളിയാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ്. ഇപ്പം അയാള് കേരളത്തിൽ നിന്ന് വിട്ടുപോയി. ഇവന്മാര് കൊണ്ടുപോയി. അപ്പൊ ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇതിന്റെ അകത്ത് സൗകര്യങ്ങൾ കൊടുത്ത ആൾക്കാർ പാലിക്കൂടാ. അന്ന് കറക്റ്റാന്ന് ഞാൻ പറയുന്നത്. അത് ഞാൻ എഗ്രി ചെയ്യുന്ന പോയിന്റ്, അതിൽ ഞാൻ തർക്കിക്കാൻ വരത്തില്ല. പക്ഷേ നാട്ടിൽ എന്റെ വീട്ടില് സൗകര്യങ്ങൾ പഞ്ചായത്തിൽ 28 കോടി എന്റെ സ്വന്തം നാട്ടിലത്തെ എന്റെ വീട്ടില് ഓക്കെ പുല്ല് പൊങ്ങിക്കിടന്ന, ടു ബി ഓണസ്റ്റ് ഐ ഡോണ്ട് ഗിവ് എ ഫക്ക്. നാട്ടില്
പക്ഷെ അറ്റ് ദ സെയിം ടൈം എൻ്റെ ഇവിടുത്തെ ഒരു വീട്ടിലാണെങ്കിൽ എൻ്റെ എല്ലാവരുടെയും വീടുകൾ അപ്പുറത്തെയും ഇവിടെ എല്ലാം ലൈറ്റ് ഇട്ട് ക്ലീനായിട്ട് അവർ കറക്റ്റായിട്ട് വെച്ചാൽ ഈവൻ ഐ മൈസെൽഫ് ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്. പക്ഷെ അവിടെ ഞാൻ എന്താ ചെയ്യാത്ത, അവിടെ ഇറ്റ്സ് ഓക്കെ. അതായത് അവിടുത്തെ കൾച്ചർ നെക്സ്റ്റ് ടു ഇമ്പോസിബിൾ. അല്ലടാ അല്ല, അങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയണത്. അതെങ്ങനെ പറ്റും? അങ്ങനെയാണെങ്കിൽ എല്ലാ രാജ്യവും കാനഡ ആവത്തില്ല. ഇപ്പം മെക്സിക്കോയുടെ കൾച്ചർ ആണോ കാനഡയില്? മെക്സിക്കോയും കാനഡയും തമ്മിൽ 2 മണിക്കൂറിന്റെ ഡിഫറൻറ്റേ ഉള്ളൂ. നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു, ഞാൻ സമ്മറൈസ് ചെയ്യാം. വാട്ട് യു ഗൈസ് സെഡ്, ഇപ്പൊ നിങ്ങളിപ്പോ ചെയ്ത കോൺവെർസേഷനിൽ വാട്ട് യു ഗൈസ് സെഡ് ഗൈസ്, ഒന്ന് നിയമം വേണം, ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ് തിങ്. നിയമം വേണം. 2 പ്രോപ്പർ ഗവൺമെന്റ് വേണം, which gives you provide good lifestyle for the citizen. 3 എല്ലാ സിറ്റിസണും അവർക്ക് അവരുടേതായ റെസ്പോൺസിബിലിറ്റി, സോഷ്യൽ മാനേഴ്സ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻഡിവിജ്വലി അവർക്ക് തനിയെ വേണം. അതെവിടെ കിട്ടുന്നത്? അതായത് ഇപ്പൊ നീ പറഞ്ഞ പോലെ നിയമം മാത്രമാണെങ്കിൽ, ഈ പറഞ്ഞ പോലെ പോലീസിനെ കാണുമ്പോൾ മാത്രം ഹെൽമെറ്റ് ഇടും, റൈറ്റ്? സ്റ്റിൽ ഹീസ് കാര്യങ്ങൾ ലോ ഫോളോ ചെയ്യുന്നില്ല. പക്ഷെ ഇതേപോലെ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവനത് പാലിക്കും, നിയമം ഉള്ളത് കൊണ്ട് പാലിക്കും. അത് അവന്റെ കൊച്ചിന് പറഞ്ഞു കൊടുക്കുകയും. That's what's happening here. പിന്നെ അവിടെ ഒരു സംഭവം കൂടി ഉള്ളത്, because they are happy, that means they are happy to follow these rules. അല്ല, ആക്സിഡന്റ് പറ്റുവാണെങ്കിൽ ഹെൽമെറ്റ് ഇല്ലെങ്കിൽ മാത്രം, വേറെ വേരിയബിൾസ് ഇല്ല ആക്സിഡന്റിൽ. അവൻ പോയി വേറെ വല്ല വണ്ടിക്കിട്ട് ഇടിക്കാണ്ട്, ഇപ്പോൾ റോട്ടിക്കിടെ ഓടിക്കുമ്പോൾ അവിടെ ആക്സിഡന്റ് ഹെൽമെറ്റ് വെച്ചാലും ആക്സിഡന്റ് പറ്റാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ ഒരു മോട്ടിവേഷൻ കുറയുമല്ലോ ഇവിടെ. Sorry, go on. Yeah, that's a summary. Yeah. There are certain facts that goes right. അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മുടെ കോൺവെർസേഷൻ നമുക്ക് മനസ്സിലായത് ഈ 3 കാര്യങ്ങളാണ്. ലോ വേണം, ആൻഡ് ഓൾസോ ഈ പറഞ്ഞ കൾച്ചർ മോഡിഫയബിൾ ആണ്. ഹൗ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്, when these kind of things comes together, അതായത് ലോ, ഗവർണൻസ് ആൻഡ് ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി, സിറ്റിസൺസിന്റെ റെസ്പോൺസിബിലിറ്റി. നമുക്ക് വേണമെങ്കിൽ ചുറ്റും പോയിട്ട് എല്ലാവർക്കും ഒരു മിനിറ്റ് സമ്മറി പറയാം, അവരവരുടെ ടേക്ക് അവേ ഫ്രം ദിസ്. അപ്പോൾ ഒരു കംപ്ലീഷന് വേണ്ടി വാടാമാനെ ജോഷ് സ്റ്റാർട്ട് ചെയ്യും. ഒരു മിനിറ്റ് സമ്മറി ആൻഡ് യു ക്യാൻ ടൈം us. എനിക്ക് ഞാൻ ടൈം ചെയ്യാം. ഒരു മിനിറ്റ്. കൾച്ചർ is a very good thing and I respect ബടാ ടേക്ക് അവേ, ഇറ്റ്സ് യുവർ ടേക്ക് അവേ. നിനക്ക് ഇതിനോട് റെസ്പെക്ട് എവറി സിംഗിൾ കൾച്ചർ. ഓക്കെ, എനിക്ക് ഈ പോഡ്കാസ്റ്റിൽ നിന്ന് വന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഗിവ് ഇറ്റ് എ ഷോട്ട്. ലെറ്റ് ഇറ്റ് ബി കൾച്ചർ, ലെറ്റ് ഇറ്റ് ബി അക്സെപ്റ്റിംഗ് കൾച്ചർ, ലെറ്റ് ഇറ്റ് ബി അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഗുഡ് ഇസ്, അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ബാഡ് ഇസ്, അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ഫെയിലിയർ ഇസ് ദ കീ to every success that you want to make. Speaking of which, different opinions, different statements, but end of the day, you got to do what you got to do. You got to live the same way what you want to live, the way that you want. But if you compare every single place, it's not gonna happen. And I don't believe in that. Paksha, culture is the key. And culture is different to make the change and to make it unique. ജഡ്ജ്മെന്റ് അത്രേ ഉള്ളൂ. നോ ജഡ്ജ്മെന്റ് കേട്ടോ, നോ ജഡ്ജ്മെന്റ്. ബിക്കോസ് അതിലോട്ട് കേറിയാ പിന്നെ സംസാരം തുടങ്ങും. എനിക്ക് ജഡ്ജ് കൊല്ലുന്നുണ്ടായിരുന്നു. എൻ്റെ ടേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പറ്റിയിരിക്കുന്ന ആൾക്കാർ ഡെഫിനറ്റ്ലി നമ്മളെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കൾച്ചറൽ വൈസ് ആണെങ്കിലും അവരുടെ രീതി വൈസ് ആണെങ്കിലും ഇപ്പം ഒരുപാട് നല്ല രീതിയിൽ നമ്മൾ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു മാറ്റം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് ആരെക്കൊണ്ടും പറ്റുന്നൊരു കാര്യമാണ്. നമുക്ക് വേണ്ട ഡിഫറൻസ് എന്താണോ അത് നമ്മളായിട്ട് ചെയ്യുക. ബാക്കിയുള്ളവരത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നൗ ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ് യു ഷുഡൻറ്റ് ബി കംപ്ലൈനിങ് അബൌട്ട് ഇറ്റ്. അത്രേ ഉള്ളൂ. പിന്നെ ഒരു ടേക്ക് അവേ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ നമുക്കുണ്ടാവുന്ന എന്താ പറയുക സ്വപ്നങ്ങൾ കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് നമ്മൾ നാളെ റിഗ്രറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാക്കാതെ ഇരിക്കുക. അത്രേ ഉള്ളൂ. ഇപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ റീസെൻ്റായിട്ടൊരു മൂവിയിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു കോട്ടാണ്. അതായത് വി അക്സെപ്റ്റ് ദ റിയാലിറ്റി വിത്ത് വിച്ച് വി ആർ പ്രസൻറ്റഡ്. അതായത് നമ്മൾ
നമ്മുടെ ചുറ്റുമുള്ള കാര്യം എങ്ങനെയാണോ അതായിരിക്കും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതല്ലാതെ അതിൻ്റെ അപ്പുറം വേറെ ഒരു സംഭവം ഉണ്ടെന്ന് നമ്മളാരും, ചില ആൾക്കാർ പോലും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ബാരിയർ ബ്രേക്ക് ചെയ്യുക, എംബ്രേസ് ചേഞ്ച്. ഇപ്പോൾ നാട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും നമ്മൾ നല്ലത് ചെയ്യുക, നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്യുക. ഇപ്പം കൾച്ചറിൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിലും അല്ലാതെ ഇപ്പോൾ മൊത്തത്തിലുള്ള, അതായത് ഓവറോൾ ജനറലി സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടിലിപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൾച്ചർ അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ല കാര്യങ്ങൾ ഇപ്പം ഫാമിലി ഫ്രണ്ട്സ് അവരായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ നോക്കുക. അറ്റ്ലീസ്റ്റ് അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രേ ഉള്ളൂ. അതിൻ്റെ നമ്മൾ ചെയ്യുക. അറ്റ്ലീസ്റ്റ് സ്മോൾ ചേഞ്ച് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. പറഞ്ഞു My takeaway is the same thing. Like, ഞാൻ ഈ ആദ്യ ക്വസ്റ്റ്യൻ ഇടാൻ കാരണം തന്നെ I wanted to know, like, see, ഇവിടെ കുറെ good benefits ഉണ്ട് in terms of being like there is like good and bad in both sides. That's for sure. പക്ഷേ what lacks in India, ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ, why can't we implement the same thing there? That's what I wanted to find out. So I wanted to find out whether it's in culture or economic governance or like individual responsibility or not. So we could have a discussion on that. That's what I wanted to see. So my takeaway is the same thing. Like the priority is the മൂന്ന് കാര്യങ്ങൾ right now from our discussion what I understood. ഈ മൂന്ന് കാര്യങ്ങൾ maybe more factors are there, but ഈ മൂന്ന് കാര്യങ്ങൾ വേണം. അതായത് law and order വേണം. Law and order പാലിക്കാനും ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണം. ആ ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവണമെങ്കിൽ പ്രോപ്പർ ഗവർണൻസ് വേണം. ദാറ്റ് മീൻസ് മേക്കിംഗ് പീപ്പിൾസ് ലൈഫ് സ്റ്റൈൽ ബെറ്റർ. സോ ദീസ് ആർ ദ തിങ്സ് ഫാക്ടേഴ്സ് ദാറ്റ് അക്യുമുലേറ്റ് ഓൺ ലൈക്ക്. സോ എൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ ഫോർവേഡ്, ജസ്റ്റിൻ പറഞ്ഞ പോലെ നമുക്ക് കംപ്ലൈൻറ്റ് പറയാൻ പറ്റും. അമാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ പോലെ എലമെൻറ്റ്സ് എല്ലാം വരാൻ പറ്റും. എൻ്റെ ഒരു ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ പറഞ്ഞതിൽ പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പം എൻ്റെ അത് മെയിൻ ടേക്ക് അവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെയുള്ള ചെറുപ്പക്കാർ ഈ പറഞ്ഞ പോലെ അപ്ഡേറ്റഡ് ആയി കഴിയുമ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. പാശ്ചാത്യ സംസ്കാരത്തിൽ, വെസ്റ്റേൺ കൾച്ചറിൽ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി നല്ല കാര്യങ്ങളുണ്ട്. നമ്മളെപ്പോലുള്ള ആൾക്കാർ വന്ന് ഇതിലൊക്കെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞ് നമ്മൾ അപ്ഡേറ്റഡ് ആവുക. അതിനുശേഷം ഇപ്പോൾ ഉള്ള ആൾക്കാരെയും, ഇപ്പോൾ ഡെമോക്രസി ആണെങ്കിലും എല്ലാം തിരഞ്ഞെടുക്കുന്നത് വേറൊരു സമൂഹമാണ്. അതിൽ കുറേ ആൾക്കാർ പ്രൊപ്പഗാൻഡ വെച്ച് പ്രോഗ്രാംഡ് ആയിട്ട് ചിന്തിച്ച് ഒരു ഡയറക്ഷനിൽ അവർക്ക് വേണ്ടി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചിന്തിക്കാത്ത കുറേ സമൂഹം തിരഞ്ഞെടുക്കുന്ന നേതാക്കളൊക്കെയാണ് നമ്മളെ ഭരിക്കുന്നത്. നമ്മളെപ്പോലെയുള്ളവർ വളർന്നു വന്നിട്ട് സമൂഹത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇവിടെ നിന്നുള്ള നല്ല സംസ്കാരങ്ങളും എടുത്തു കഴിഞ്ഞാൽ ഒരു 10 കൊല്ലത്തിൽ അല്ലെങ്കിൽ ഒരു 20-30 കൊല്ലത്തിൽ നമ്മളിൽ നിന്ന് തുടങ്ങുന്നൊരു തുടക്കം ഒരു വലിയ സംഭവമായി ഇത് മൊത്തം എന്താ പറയുക റെവല്യൂഷനൈസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെപ്പോലുള്ള ചെറുപ്പക്കാർ കോൺസ്റ്റൻ്റ്ലി വിചാരിച്ചു കഴിഞ്ഞാൽ. So we need to use the podcast. Creating a generational wealth on his lifetime. Yeah. Why don't we, As create ഒരു സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതായത് ഗുഡ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മാനറിസം ആൻഡ് ടീച്ചിങ് യുവർ നെക്സ്റ്റ് ജനറേഷൻ. നല്ലൊരു മനസ്സ് അല്ലെങ്കിൽ നല്ലൊരു I think that's what we should do with Friday Night Boys. Exactly. I was gonna say that. We should come together as a group and നമ്മുടെ young generation, we should have conversation that influence them in a positive direction. That's exactly what I was telling. നമുക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിച്ചിട്ട് നമ്മൾ like if you don't go India or if you don't make the change you cannot, but we can make the change with that small camera. Exactly. We put these thoughts out there so people can watch it. They can think for themselves. Exactly. And if they align with us, എന്താ പറഞ്ഞേ they can go make the change. We can make the change. എൻ്റെ കാര്യത്തിൽ എനിക്കിപ്പോൾ കനേഡിയൻ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം. ഞാൻ അപ്ലൈ ചെയ്യുന്നില്ല. I'm going to stay in permanent residence. എനിക്ക് ഇന്ത്യൻ പാസ്പോർട്ട് മതി. കാരണം at some point I want to go back home and give back to community. And for me, my community is Kerala. Right? ഇതുപോലൊരു നമ്മളെപ്പോലുള്ള കുറേ യുവാക്കൾ വന്നു കഴിഞ്ഞാൽ കേരള is a beautiful country with, beautiful state with ton of potential. ഇത്രയും ചെറിയ, ഇപ്പം നമ്മുടെ മൂവി ഇൻഡസ്ട്രി നോക്ക്, ഇത്രയും ചെറിയ റിസോഴ്സസ് വെച്ചിട്ട് ഇത്രയും നല്ല സംഭവം ക്രിയേറ്റ് ചെയ്യാമെങ്കിൽ എന്തൊക്കെ മൂവി ഇൻഡസ്ട്രി വിട്ടിട്ട് എന്തൊക്കെ ഇൻഡസ്ട്രിയിൽ നമുക്ക് ഇങ്ങനെ റിമാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ അറ്റൈൻ ചെയ്യാം. നമുക്ക് അതിനുള്ള ടാലൻ്റ് ഉണ്ട്. we're just missing the mindset, the attitude
like what if we can inspire people to do that, you know? Exactly. So let's call it the day. Let's go. Thank you, Spencer, Guys, For the wonderful session. show host. നമുക്ക് Shout out ഏകദേശം ഒരു Friday Night 300,000 Vibes. And ഏകദേശം ഒരു 300,000 ആൾക്കാർ നമ്മളെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. special thanks Live to ആയിരുന്നു. Jaswin. അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഷോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. Like, share, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ subscribe. റിജോ ബ്രോ, ഇതാണ് റിജോ, നമ്മുടെ ക്യാമറയുടെ മുമ്പിൽ ക്യാമറമാൻ. റിജോ ബ്രോ ബായോ. എല്ലാവരും 50 എല്ലാം ഒരു ഫോട്ടോ. അപ്പൊ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ പരിപാടി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞങ്ങള് Like, share and subscribe. എന്തെങ്കിലും മണ്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ It's no ക്ഷമിക്കുക. അത് ഞങ്ങളുടെ വ്യക്തിത്വങ്ങളുടെ ഞങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗങ്ങളാണ്. ഇതെല്ലാം entertainment. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങള് മാക്സിമം നല്ല നല്ല എന്താ പറയാ, ഞങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറയാ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂവേഴ്സ് ആർ ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുക. എങ്ങനെയാണെങ്കിൽ ലൈക്ക് ബട്ടൺ അടിച്ചു പൊളിക്കുക. ലാസ്റ്റ് എല്ലാവരും ഇങ്ങനെ ഓക്കേ.